നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? ഒരു വീട് എടുക്കണം. അതിപ്പോൾ ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും എല്ലാവർക്കും കുറേ സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സ്വപ്നത്തിൽ എന്ന് പറയുമ്പോൾ വീടിന് പല പല കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ മൈന്യൂട്ടായിട്ട് നോക്കും. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ വീടെടുക്കുന്ന സമയത്ത് ഉപ്പയുമ്മയൊക്കെ ഓരോ കാര്യങ്ങൾ, ചെറിയൊരു കല്ല് വെക്കണമെങ്കിൽ പോലും അവർ അത്ര ഇങ്ങനെ സ്വപ്നം കണ്ട് ഡ്രീം ചെയ്ത് ആലോചിച്ച് എന്താണ് വെക്കേണ്ടതെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാന ഘടകമാണ് നാച്ചുറൽ സ്റ്റോൺ. അതിൻ്റെ ടെക്സ്ചർ ഒരു വേറെ തന്നെ ഭംഗിയാട്ടോ. അത് വാൾപേപ്പറിൽ ഒന്നും കിട്ടൂല, കാരണം നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻ നമ്മളെ കണ്ണൂരുണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലാണ് ഞാൻ ഇന്നുള്ളത് പൊടിക്കുണ്ട് രാമത്തേരുള്ള ജെയിംസ് സ്റ്റോണിക്സിലാണ്. അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. എന്നെക്കാട്ട് കൂടുതൽ ഇതൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട് എൻ്റെ കൂടെ, ജെയിംസ് സ്റ്റോണിക്സിൻ്റെ പ്രൊപ്പറൈറ്റർ മിസ്റ്റർ ജുനൈദ്. അപ്പോൾ ജുനൈദ് ഭായ് നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഹലോ ജുനൈദ് ഭായ്. അപ്പോൾ ഇതിപ്പോൾ എത്ര കാലമായി ഈ ഷോപ്പ് തുടങ്ങി? ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 വർഷമായി. ഞാൻ ഓൾമോസ്റ്റ് ഈ ഫീൽഡിൽ ഒരു 15 വർഷത്തിന് മുകളിൽ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഓൾ ഇൻ ഓൾ എല്ലാം അറിയാൻ ഇതിപ്പോൾ ഇതൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണോ? ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ്. അതായത് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ വേറൊന്നും ആഡ് ചെയ്തൊന്നുമില്ല. സാധാരണ നമ്മൾ ലാറ്ററൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ഗ്രാനൈറ്റ്, മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോ ഡിസൈനിൽ മെഷിൽ ഒട്ടിച്ചിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് കൂടാതെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുകൂടാതെ നമുക്കിപ്പോൾ കസ്റ്റമൈസ്ഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ. അതെ ഞാൻ ചോദിക്കാൻ വന്നപ്പോൾ ചില റൂംസിലൊക്കെ ചില കളേഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ല ഡിസൈൻ കൂടാതെ കസ്റ്റമർക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ നൈസ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കളർ വേണം, നമ്മളിപ്പോൾ സെൽവാറൊക്കെ എടുക്കുന്ന സമയത്ത് ചില കളേഴ്സ് ഉണ്ടാവും, നമുക്ക് ഡൈ ചെയ്ത് എടുക്കേണ്ടി വരും. അതേപോലെ നമ്മളെ വീടുകളിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ അതേപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു തരും. ഇത് കണ്ടോ, ഇത് ക്ലേ ജാലിയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല ഇങ്ങനെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടും ഗാർഡൻ ഏരിയയിലും അതേപോലെ റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പല വെറൈറ്റീസ് ആയിട്ടുള്ള പല ഷേപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ. അതേപോലെ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. അത് പേഴ്സണലി എനിക്ക് നല്ല അഭിപ്രായമുള്ളൊരു സാധനം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും 10 വർഷമായിട്ടും അതേപോലെ പോളിഷ് ചെയ്ത പോലെ തന്നെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, പൂപ്പൽ പിടിക്കലോ ഒന്നുമില്ല. ആ ഒരു കളർ ഡിഫറൻസ് കണ്ടോ. റൈറ്റ് സൈഡിലെ ഭാഗം പോളിഷ് ചെയ്തതും ലെഫ്റ്റ് സൈഡിലുള്ളത് പോളിഷ് ചെയ്യാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പോളിഷ് ചെയ്യാത്ത ഭാഗം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോസി ഫീൽ വേണമെങ്കിൽ പോളിഷ് ചെയ്താൽ മതി. ഈ കാണുന്നത് ക്ലേ ടൈലാണ്. ഇത് ക്ലേ ബ്രിക്കാണ്. ഈ ക്ലേ ടൈലിന്റെ ഗുണം എന്താ അറിയോ? നമ്മളെ കാലുവേദന ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ചില ആൾക്കാർക്ക് ടൈൽ ഇഷ്ടമില്ല, ചില ആൾക്കാർക്ക് കാലുവേദന ഉള്ളതുകൊണ്ടാണ് ടൈല് പറ്റാത്തത്, ചില ആൾക്കാർക്ക് എന്താ പഴമ നിലനിർത്തുന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സംഭവം ഇത് ക്ലേ ടൈല്. ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ വീടില്ലേ, പണ്ടത്തെ തറവാട് വീട് പോലെ, അല്ലെങ്കിൽ ആന്റി കളക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ക്ലേ ടൈൽ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണോ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണോ ഈ കാണുന്നതൊക്കെ? ഇത് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ക്ലാഡിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ വെച്ചാൽ ഹൈ ഡെപ്ത് ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈ നാച്ചുറൽ സ്റ്റോൺ ഒരുപക്ഷെ ഇത്ര ഡെപ്തിൽ ഉണ്ടാവില്ല. ഇത് ഹൈ ഡെപ്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെറൈറ്റീസ്, നാച്ചുറൽ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റീസ് ആർട്ടിഫിഷ്യലുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ വേറെ മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ. ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺസിന്റെ സാമ്പിൾസ് ആണ്. ഇതിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉണ്ട്, എസ്വൈറ്റ് ഉണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് നാച്ചുറൽ സ്റ്റോൺ വരുന്നുണ്ട് പേവിംഗിൽ. ഇത് ഫ്ലാറ്റിലൊക്കെ വേണമെങ്കിൽ അലക്കുകല്ല് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം കേട്ടോ. അത് അലക്കുകല്ലാണ്, പോർട്ടബിൾ അലക്കുകല്ല്. ആ സംഭവം വാഷിംഗ് സ്റ്റോൺ. അപ്പോൾ പിന്നെ നമ്മൾ അമ്മിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺ അല്ലെ? ഈ സ്റ്റോൺ വിനിയർ പറഞ്ഞാൽ എന്താ? സ്റ്റോൺ വിനിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ വലിയ സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണിന്റെ സ്കിന്ന് തന്നെ പറയാം. സ്റ്റോൺ തന്നെയാണ് ഇത്, പക്ഷെ ഒരു 2 mm തിക്നെസ്സിലൊക്കെയാണ് ഇത് ഉണ്ടാവുക. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റൗണ്ട് പില്ലറൊക്കെ ആണെങ്കിൽ നമുക്ക് റൗണ്ട് ആയിട്ടൊക്കെ ബെൻഡ് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. ഇതൊക്കെ അതിന്റെ സാമ്പിളാണ്, നമുക്ക് എങ്ങനെയും ബെൻഡ് ചെയ്യാൻ പറ്റും ഇത്. പിന്നെ ഒറിജിനൽ സ്റ്റോൺ തന്നെയാണ്. ഇതിന്റെ കുറേ വെറൈറ്റി ഉണ്ട്. അതുകൂടാതെ ലൈറ്റ് പാസിങ്, ഇപ്പോൾ നമുക്ക് പിന്നെ ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ലൈറ്റ് പാസിങ് ഉണ്ടാവും. അതുകൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ. നിങ്ങൾ വലിയൊരു ബിൽഡിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വലിയ സ്റ്റോണൊന്നും ഒരു പക്ഷേ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതാകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും,
പിന്നെ സൈസ് എന്ന് പറയുന്നത് 4x2, അതായത് 4 ഫീറ്റ് ലെങ്ത്ത് 2 ഫീറ്റ് വിഡ്ത്ത്, അതുകൂടാണ്ട് 8 ഫീറ്റ് ലെങ്ത്ത് 4 ഫീറ്റ് വിഡ്ത്ത് അങ്ങനെയുള്ള സൈസിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എന്താ പറയാ ആനിമൽസിന്റെ സ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റോണിന്റെ സ്കിന്നാണ് ഇത്. വുഡിനെ കൊണ്ട് വിനീർ എടുക്കുന്നില്ലേ സ്കിന്നായിട്ടല്ല, അതുപോലെ സ്റ്റോണിന്റെ വിനീർ ആണ് ഇത്. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഇൻഫർമേഷൻ അറിയില്ലെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ ഈ സംഭവം കിട്ടും. അടിപൊളിയാണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് ക്ലാഡിങ്ങിന്റെ വെട്രിഫൈഡ് ടൈലാണ്. നമ്മൾ നേരത്തെ കണ്ടത് സ്റ്റോൺസ് ആണ്, ഇത് ടൈലാണ്. നമ്മൾ ടൈൽസ് ഒക്കെ ലേ ചെയ്യൂലേ, അതേപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം. അപ്പം അത് ഞാൻ പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അതിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുറേ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ടെക്സ്ചേഴ്സ് ഉണ്ട്. നമുക്ക് കിച്ചണിലാണെങ്കിലും എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മെയിൻലി കിച്ചണിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഈ കാണുന്നത് സ്റ്റീൽ മൊസൈക്കും, ഇത് ഗ്ലാസ് മൊസൈക്കും, അതേപോലെ ഇത് വുഡൻ മൊസൈക്ക് കേട്ടോ. അതിന് തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഗ്ലാസ്, അത് സ്റ്റീല്, പിന്നെ ഇത് കംപ്ലീറ്റ് വുഡൻ്റെ പല വെറൈറ്റി ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പല രീതിയിലിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള കളക്ഷൻസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മൾ താഴത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് ക്ലാഡിംഗ് റിലേറ്റഡ് സ്റ്റോൺസും ടൈൽസും ഒക്കെയാണ് കണ്ടത്. മേളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഐറ്റംസ് എന്താ അറിയോ, നമ്മൾ റൂഫിംഗ് ഷിങ്കിൾസും അതേപോലെ റൂഫിംഗ് ടൈൽസും ആണ്. നമ്മൾ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലേ, നല്ല ഭംഗിയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഈ ഷിങ്കിൾസ് ഒക്കെ ഞാൻ കാണുന്നത്. ശരിക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട് നല്ല ഭംഗി ഉണ്ടാവും. ചില വീടുകൾ കാണാറുണ്ട് നോർമൽ വീടായിരിക്കും, പക്ഷേ ഇങ്ങനെ ഷിങ്കിൾസോ അല്ലെങ്കിൽ ടൈൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ടൈൽസ് ആണ് കേട്ടോ. ഏതൊക്കെ ടൈപ്സ് ടൈൽസാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇവിടെ? ടൈല് നമ്മൾ എല്ലാ ടൈപ്പ് ടൈലും ചെയ്യുന്നുണ്ട്. സെറാമിക്, വിട്രിഫൈഡ്, അതുപോലെ പോർസലൈന്, ഹെവി ട്രാഫിക്, ഫുൾ ബോഡി, ഡബിൾ ചാർജ്, എല്ലാ ടൈപ്പ് ടൈലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2x4 സൈസാണ്. ഇതിന്റെ തന്നെ 160x80 സെന്റിമീറ്റർ സൈസുള്ളത്, ഇതിന്റെ വലുതുണ്ട്. പിന്നെ 8x4 സൈസ് ടൈല് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ടൈലും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഈ വലിയ ടൈല് യൂസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താ ശരിക്കും? വലിയ ടൈല് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് മാക്സിമം ഗ്യാപ്പ് ഒക്കെ കുറവായിരിക്കും, ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് കുറച്ചും കൂടി വലിയ ടൈലിലേക്കാണ് ആൾക്കാർ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡ് എന്ന് വെച്ചാൽ കുറച്ച് വലിയ സൈസ് ടൈലിലേക്കാണ് ആൾ പോകുന്നത്. ഇതിപ്പോ ഗ്ലോസി അല്ലേ? ഇത് ഗ്ലോസിയാണ്, ഇത് മാറ്റ്, ഇത് മാറ്റാണ്. അതുപോലെ ഇതിന്റെ തന്നെ ഫുൾ ബോഡി എല്ലാ ടൈപ്പ് ടൈലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് കംപ്ലീറ്റ് ജെയിംസ് സ്റ്റോണിക്സുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മളിത് കണ്ടത് മാത്രമല്ല കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. വേറെ എന്തൊക്കെയാണ് ഉള്ളത് ടൈൽസും ക്ലാഡിങ്ങും അല്ലാതെ? നമ്മളിവിടെ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് സ്റ്റോൺ ക്ലാഡിങ്, പിന്നെ ആർട്ടിഫിഷ്യൽ ക്ലാഡിങ്, പിന്നെ ക്ലാഡിങ് ടൈല്, വുഡൻ ക്ലാഡിങ്, അതുപോലെ സ്റ്റീൽ ക്ലാഡിങ്. ക്ലാഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം ഉണ്ട്. പിന്നെ സ്റ്റോൺ വിനീർ. ടൈലിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ടൈല്, സാനിറ്ററി വെയർ, CP ഫിറ്റിംഗ്സ്, ബാത്റൂം ആക്സസറീസ്, പിന്നെ ക്യാബിനറ്റ്സ്, അതുകൂടാണ്ട് റൂഫിംഗ് ഷിംഗിൾ, റൂഫിംഗ് ടൈല്, പിന്നെ പേവിംഗ് സ്റ്റോൺ, ഇന്റർലോക്ക്, അതുപോലെ ഒരു കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ വിൻഡോ കർട്ടൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. വിൻഡോ കർട്ടൻസ്, അതുപോലെ പെബിൾ, പിന്നെ വാൾപേപ്പർ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോർ മാത്രമേ ഉള്ളൂ കണ്ണൂർ? ഇവിടെ നമ്മളെ ജെയിംസ് സ്റ്റോണിക്സ് എന്നുള്ള പേരിൽ ഇപ്പൊ ഒരു ഷോപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇതിന്റെ ബ്രാഞ്ച് മറ്റ് സ്ഥലങ്ങളിലും കൂടി പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. ഓക്കെ, അത് വേഗം നടപ്പിലാവട്ടെ ആ ഒരു പ്ലാന്. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട്. ഞാൻ ശരിക്കും വെറുതെ പറയല്ല, നിങ്ങളൊരു വീടെടുക്കാൻ പ്ലാനുള്ള ആൾ, ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അത് മാത്രമല്ല, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ആർക്കിടെക്ട്സ്, അവരാണ് ഇവരുടെ ഈ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് അവരുടെ റിവ്യൂ ഞാൻ ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും വീട് റിലേറ്റഡ് ആവശ്യങ്ങൾ, അതിപ്പോൾ ഫ്ലോർ ആണെങ്കിലും വാൾ ആണെങ്കിലും റൂഫ് ആണെങ്കിലും ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും എന്തുവാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നിങ്ങൾ നേരിട്ട് വന്ന് സെലക്ട് ചെയ്യുക, കളറൊക്കെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലിഫിറ്റ് സ്റ്റോറീസ്. ബൈ. എൻ്റെ പേര് സൽമാൻ, ആർക്കിടെക്റ്റാണ്. കണ്ണൂർ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളുടെ കണ്ണൂരിലെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ജെയിംസ് സ്റ്റോണിക്സ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് ട്രെൻഡായിട്ടുള്ള എല്ലാത്തരം ഡിസൈനർ സ്റ്റൈൽസ് ആയിക്കോട്ടെ, എല്ലാത്തരം ക്ലാഡിങ് ആയിക്കോട്ടെ, അതിന് എല്ലാത്തിനും കൂടിയിട്ടുള്ളൊരു വൺ സ്പോട്ട് സ്റ്റോപ്പാണ്. നമ്മൾ മറ്റു പലയിടത്തും പോകേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ഉണ്ട് അവിടെ. നല്ല കോമ്പറ്റീറ്റിംഗ് പ്രൈസുമാണ്. എല്ലാത്തിൻ്റെയും സർവീസും നല്ലതാണ്. പിന്നെ അതൊന്നും പോരാനായിട്ടാണ് നമ്മൾ കണ്ണൂരിലെ പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് ഷോറൂം ഇരിക്കുന്നത്.
അപ്പം ആർക്കും എപ്പോഴും എന്ത് ധൈര്യത്തിലും റെഫർ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനം തന്നെയാണ്. നമസ്കാരം, ഞാൻ ആഗ്ര ക്ലിപ്മാൻ ജലീൽ, തലശ്ശേരിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ജലീൽ അസോസിയേറ്റ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. കണ്ണൂരിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻസ് നൽകുന്ന ഒരു ഷോപ്പാണ് ജെയിം സ്റ്റോണിക്സ്. എൻ്റെ അനുഭവത്തിൽ പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങളിൽ മെറ്റീരിയൽസ് കിട്ടാതെ ആവുന്ന സമയങ്ങളിലൊക്കെ വളരെ ക്വിക്കായിട്ട് മെറ്റീരിയൽസ് പുറത്തുനിന്ന് എത്തിക്കുക, അതുപോലെ നല്ലൊരു സർവീസ് തരിക, ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും വളരെ സാറ്റിസ്ഫൈ ആക്കുക, ഹാപ്പി ആക്കുക, മികച്ച സർവീസും മികച്ച കളക്ഷൻസും. നമുക്ക് കേരളത്തിൽ തന്നെ മറ്റ് പലയിടങ്ങളിലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് ഈ ജെയിം സ്റ്റോണിക്സ് എന്നുള്ള ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കഴിഞ്ഞ ഈ ഒരു 5 വർഷത്തെ പ്രാക്ടീസിൻ്റെ കാലയളവിൽ എന്നെ ഒരുപാട് സഹായിച്ച ഒരു സ്ഥാപനമാണ് ജെയിം സ്റ്റോണിക്സ്.